ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഒരു വാഗണറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. റെസ്റ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയായിരുന്നു. പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ തുരുമ്പ് പിടിച്ച് ശരിക്കും പറഞ്ഞാൽ സൈഡ് വശങ്ങളൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇന്നർ റണ്ണിംഗ് ബോർഡ് അതേപോലെ തന്നെ ഔട്ടറും റണ്ണിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡും നമ്മൾ ഈ വണ്ടിയുടെ റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വാഗണറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോയിലേക്ക് പോവാം. നമ്മൾക്ക് ആ വണ്ടിക്ക് ആദ്യം ഉണ്ടായിരുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രണ്ട് റണ്ണിംഗ് ബോർഡിൻ്റെ അവിടെ ചെറിയ ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റണ്ണിംഗ് ബോർഡ് എന്തായാലും നമുക്ക് റീപ്ലേസ് ചെയ്യണമെന്ന രീതിയിൽ കൺഫേം ആയിരുന്നു അതിൻ്റെ വർക്ക്. അപ്പോൾ റണ്ണിംഗ് ബോർഡ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇന്നർ വശങ്ങൾ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഇന്നറിലുള്ള അവസ്ഥ നമ്മൾ ശരിക്കും കണ്ടത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ റണ്ണിംഗ് ബോർഡ് രണ്ട് സൈഡ് റണ്ണിംഗ് ബോർഡ് മാത്രം, അതായത് ഔട്ടർ വരുന്ന റണ്ണിംഗ് ബോർഡ് മാത്രം റീപ്ലേസ് ചെയ്തോളാനാണ് കസ്റ്റമർ പറഞ്ഞത്. പക്ഷെ നമ്മൾ അയച്ചെടുത്തപ്പോൾ ഇതിൻ്റെ അവസ്ഥ കേട്ടോ. അതും പൊളിച്ചിട്ട് നോക്കാം നമ്മൾ ഇന്നർ പീസും കാര്യങ്ങളൊക്കെ പർച്ചേസിങ്ങിന് വേണ്ടി പോയപ്പോൾ നമുക്ക് ഇന്നർ പീസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഷീറ്റ് സെപ്പറേറ്റ് ഷീറ്റ് വാങ്ങിയിട്ട് ഇന്നർ പീസ് ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ റണ്ണിംഗ് ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഗ്രൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് സ്ട്രോങ് ആയിട്ടുണ്ട് വണ്ടി, അപ്പുറത്തെ സൈഡും ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഈ സൈഡിലെ സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളിത് ജെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വെച്ച് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കും. പിന്നർ കറക്റ്റായതിനു ശേഷമാണ് നമ്മൾ ഔട്ടർ റണ്ണിംഗ് ബോർഡ് സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വാഗണറിൻ്റെ സൈഡിലെ റണ്ണിംഗ് ബോർഡും കാര്യങ്ങളെല്ലാം സെറ്റിങ് വൺ സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതേ രണ്ടാമത്തെ സൈഡ് ഇന്നർ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം തുടങ്ങിയുള്ള ഭാഗങ്ങൾ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയുള്ള ഭാഗങ്ങൾ ഇന്നർ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഔട്ടർ നമ്മൾ പിടിപ്പിക്കുകയുള്ളൂ. ശരിക്കും ഈ ഒരു രണ്ട് റണ്ണിംഗ് ബോർഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 7 ദിവസത്തോളം, ഇപ്പോൾ 2 ദിവസം കൂടി പണിയുണ്ടെന്ന് പറയണേ. 2 ദിവസമല്ല, ഒരു ദിവസം ഫുൾ എന്തായാലും ഉണ്ടെന്ന് പറയണേ. അപ്പോൾ ഏകദേശം ഒരു 7 ദിവസത്തോളം ടൈം വന്നു കേട്ടോ. പാച്ച് വർക്ക് എന്ന് പറയുന്ന പണി നമുക്ക് ഒരു ടൈമിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ അയക്കും തോറും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു, പ്ലാറ്റ്ഫോം കംപ്ലൈൻ്റ് ആയി വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള പീസുകൾ നമ്മൾക്ക് സ്ട്രോങ് ആക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ടൈം എടുത്തു. ഈ സൈഡ് മാതിരി തന്നെ ആ സൈഡ് നമുക്ക് ടൈം എടുത്തു. പക്ഷേ ആ സൈഡിൽ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നർ ഔട്ടറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഫ്രണ്ട് നമ്മളത് പീസൊക്കെ വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സിലിക്കോൺ കാര്യങ്ങളൊക്കെ ഇട്ട് ക്ലിയർ ചെയ്തു. ഇന്നറിൽ തുരുമ്പുള്ള വശങ്ങളിൽ എപ്പോസിൻ്റെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്തു. റണ്ണിങ് ബോർഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിലേക്ക് പോകുമ്പോൾ ബാക്കിലും ഇവിടെയും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ അവസ്ഥയാണത്. അപ്പോൾ ഇത് നമുക്ക് പാച്ച് ചെയ്ത് ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വാഗണറിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും. നമ്മളത് ഫുള്ള് രണ്ട് സൈഡ് റണ്ണിങ് ബോർഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്ത്, അതായത് ഓരോ പാർട്സുകളും കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. നമ്മളതിൻ്റെ ഔട്ടർ റണ്ണിങ് ബോർഡ് മാത്രം മാറ്റാനാണ് കസ്റ്റമർ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ അയച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഇന്നർ മൊത്തം ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പിന്നീട് മുൻപ് പാച്ച് ചെയ്ത് ഒരു ഔട്ടർ മാത്രം ഒരു ഫ്രെയിം പാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നറിലുള്ളതൊക്കെ ഫുള്ളായിട്ട് തന്നെ ദ്രവിച്ചു പോയി. അങ്ങനെ നമ്മൾ ഇന്നർ ഫുള്ളും പാച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ബോഡി ഷേപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫെൻഡർ കാര്യങ്ങളെല്ലാം രണ്ട് സൈഡ് നമ്മൾ അയച്ചതിന് ശേഷമാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. അതേപോലെ ബാക്ക് രണ്ട് ഡോറും പെയിൻറ്റ് അയച്ചതിന് ശേഷം, അതായത് ഫില്ലറും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഫുള്ളും കവർ ചെയ്യേണ്ട ആവശ്യം. വാഗണറിൻ്റെ ഇവിടുത്തെ അണ്ടർകോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചെടുത്തതിന് ശേഷമാണ് അണ്ടർകോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചത്. ഇപ്പോൾ ഡോറ് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത്, കാരണം ഇന്നർ വശങ്ങളിലൊക്കെ പെയിൻറ്റ് ഫുള്ളായിട്ട് തന്നെ കവറായിട്ടുണ്ട്. അതേപോലെ ഈ വണ്ടിയുടെ ഈ ഒരു ഫില്ലർ, അതേപോലെ തന്നെ നമ്മുടെ റൂഫും പിയാനോ ബ്ലാക്കാണ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടർകോട്ട് അടിച്ചതിന് ശേഷം മാസ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അതേപോലെ ഫെൻഡറും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ രണ്ടാമത് സെറ്റിങ് ചെയ്തു. ഇന്നറിലുള്ള അണ്ടർകോട്ട് അടിച്ചതിന് ശേഷം ഇത് രണ്ടാമത് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇതേ ഫൈനൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി ഇതേ അണ്ടർകോട്ടും പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞത് ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അടിച്ചതിന് ശേഷം മാസ്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ക്ലിയർ അടിക്കുന്നത് ഒറ്റ ഇതിൽ തന്നെ അടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതേ മാസ്കിങ് എല്ലാം അയച്ചു. അപ്പോൾ ഈ ഒരു സൈഡ് ബ്ലാക്കും ടോപ്പിൽ ആ ഒരു ബ്ലാക്കും വന്നപ്പോൾ തന്നെ വണ്ടി ലുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മെറ്റാലിക്, ഈ വാഗണറിന് തന്നെ കളർന്ന് നല്ലൊരു ഉദിച്ച മെറ്റാലിക് എന്ന് തന്നെ പറയാം. കാരണം അത് അടിക്കേണ്ട രീതിയിൽ അടിച്ചില്ലെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരാട്ടോ. കാരണം അത് അങ്ങനത്തെ ഒരു കളറാണ്. അപ്പോൾ നമ്മളത് അടിച്ച് ഫുള്ളായിട്ട് ഇതേ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ക്യാപ്സിയുടെ ക്ലിയർ അടിക്കുന്നത്. അത് 2 കോട്ട് അടിക്കും ക്ലിയർ. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ക്ലിയർ കോട്ട് അടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ക്ലിയർ കോട്ട് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്.
അപ്പോൾ നമ്മൾ ആ ക്ലിയർ കോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചത് വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇളങ്ങി നിൽക്കുന്നുണ്ട്. ഈ കളർ ശരിക്കും മെറ്റാലിക്ക കൂടിയ ഒരു കളർ തന്നെയാണ്. പണ്ടത്തെ കളറാണ്, 2008 മോഡൽ വണ്ടി. അപ്പോൾ ആ ടൈമിലുള്ള കളറാണ്. എന്നാൽ പോലും മെറ്റാലിക്കൊക്കെ നല്ല രസമായിട്ട് വന്നാണ് ഒരു കളർ. ബ്ലാക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ വണ്ടിയുടെ ലുക്ക് തന്നെ മാറി. What you wanna be. Step 4, everybody just do your thing. Wake up, today's gonna be a good day. 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 Yo. Set your affirmations, aspirations. I got shit to do, the aftermath of preparation. Good food, good mood, blood in circulation. One step at a time, yeah, that's how you make it. Set a goal you control and the steps you take them. I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it replication. Wake up, today's gonna be a good day. 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 Wake up, today's gonna be a good day.